ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്, നെല്ലിക്കയുടെ അച്ചാർ. വീട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഞങ്ങൾക്ക് നോക്കാം. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഞാനൊരു 12 നെല്ലിക്കയാണ് എടുത്തത്. അത് ഒരു സ്റ്റീമറിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റണം. അതിന് അത് കുറച്ച് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മുതൽ ഒരു 7 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഏകദേശം റെഡി ആയിക്കോണം നെല്ലിക്ക. പിന്നീട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. പിന്നെ തണുത്ത ശേഷം അതിൻ്റെ നടുക്കുള്ള ആ കുരു മാറ്റിയിട്ട് വയ്ക്കുക. പിന്നീട് ഒരു പാൻ വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കേണ്ടതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞ് അത് മസ്റ്റാണ് പിക്കിളിന്. അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു പാനിൽ ഒരു 100 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് ചൂടാകുമ്പോൾ ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് അതിൽ ഈ കഷ്ണങ്ങൾ, നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വെള്ളമയം മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് നെല്ലിക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ഞങ്ങൾ സ്റ്റീമറിൽ വെച്ച് ഇതാക്കിയതല്ലേ. അപ്പോൾ അതൊക്കെ വെള്ളമയമൊക്കെ പോകാൻ വേണ്ടി ഒന്ന് നല്ലവണ്ണം വഴറ്റുക. അതിലിട്ടിട്ട് കണ്ടില്ലേ, ആ വെള്ളം പോണ കൊണ്ടാണ് അങ്ങനെ പതയായിട്ട് വന്നത്. നല്ല എണ്ണയിൽ കിടന്നിട്ട് നല്ലവണ്ണം അങ്ങനെ ഫ്രൈ ചെയ്യണത്. പിന്നീട് ഇതിൽ എരിവിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയ പൊടിയാണിത്. കുറച്ച് തരിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ നൈസായിട്ടുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും വീട്ടിലുള്ള മുളക് പൊടിയാണെങ്കിൽ. ഇത് മുളക് പൊടി ഇട്ട ശേഷം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടി ഇട്ട ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റണം. അതിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയാണ്. മുളക് പൊടിക്കൊരു പച്ചച്ചുവ ഉണ്ടാവില്ല, അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ നെല്ലിക്കയും മുളക് പൊടിയും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നല്ലവണ്ണം മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലോട്ടിനി ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർക്കണം. അതിന് ശേഷം കായപ്പൊടി 1 ടീസ്പൂൺ, നേരത്തെ പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയും ചേർക്കണം. ഈ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ നിൽക്കും, 1 മാസത്തേക്കൊക്കെ നിൽക്കും ഈ അച്ചാർ. പിന്നീട് ഇതിനകത്തോട്ട് നാരങ്ങ നീര്, വിനാഗിരിക്ക് പകരം ഞാൻ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് ചേർത്തേക്കുന്നത്. അതിന് അത്യാവശ്യത്തിന് പുളിയും ഉണ്ടാവും, ഹെൽത്തി ആണല്ലോ നാരങ്ങ. അതുകൊണ്ട് ഞാൻ നാരങ്ങ നീരാണ് ചേർത്തത്. നാരങ്ങ നീരും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് പിന്നെയും മിക്സ് ചെയ്യണം. അത് ഇളക്കണം. അതെല്ലായിടത്തും ആകാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കണം. പിന്നീട് ഇതിലിനി ആവശ്യത്തിന് വെള്ളം ചേർക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചില്ലേ സ്റ്റീമറിൽ, ആ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി. അതിന് നെല്ലിക്കയുടെ നല്ല പോഷക ഗുണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തന്നെ ചേർത്താൽ മതി. അതിന് മുമ്പായിട്ട് ഒരു കടായി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, നല്ല എണ്ണ തന്നെ മതി. ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണേ. അത് നല്ലോണം ഇട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ഇഞ്ചി, നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇടാം. ഞാൻ ചേർത്തിട്ടില്ല. ഇഞ്ചിയും ചേർത്ത് നല്ലോണം, കണ്ടില്ലേ, നല്ലവണ്ണം മുരിഞ്ഞു വന്നത്. ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ സ്റ്റീമറിലുള്ള ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. വേറെ വെള്ളം ഒഴിക്കേണ്ടതില്ല, അത് ചൂടായ വെള്ളമല്ലേ. തണുത്ത് കഴിയുമ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ വെള്ളം ഇടുന്നേക്കാളും നല്ലതാണ്. 1/2 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. നോക്കി ചേർത്ത് കൊടുത്താൽ മതി. അത് നല്ലവണ്ണം ഒന്ന് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് തിള വരുമ്പോൾ
ആ പച്ചമുളകും ഇഞ്ചിയും കൂടിയുള്ള ഇതിലോട്ട് ചേർക്കണം. പച്ചമുളകും ഇഞ്ചിയും ഫ്രൈ ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഞങ്ങളുടെ നെല്ലിക്ക അച്ചാർ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.